ബത്തേരി മേഖല ബത്തേരി നിയോജക മണ്ഡലം എംഎൽഎ ശ്രീ സി ബാലകൃഷ്ണൻ അവർ, ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രമേശ് സർ, അതുപോലെ തന്നെ TWAPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, മറ്റ് വയനാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രമേഷ് കുമാർ, മറ്റ് സംസ്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ, മേഖലാ ഭാരവാഹികൾ, മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ നല്ലവരായ ബത്തേരി മേഖലയിലെ മെമ്പർമാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജില്ലയിൽ തന്നെ ബത്തേരി മേഖല ആദ്യമായി ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കുക ഉണ്ടായി. എന്തായാലും ഈ ചടങ്ങ് സംഘടിപ്പിച്ച ബത്തേരി മേഖലയ്ക്ക് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതായി അറിയിച്ചുകൊണ്ട് നമുക്ക് നിലവിളക്കി കൊടുത്തി ഉദ്ഘാടനം നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ MLA IC ബാലകൃഷ്ണൻ സാർ അവരുടെയും അതുപോലെ തന്നെ ബത്തേരി നഗരസഭാ ചെയർമാൻ ശ്രീ രമേഷ് സാറിനെയും സ്നേഹപൂർവ്വം വേദിക്ക് മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വരാജ് കോട്ടത്തറ, സ്വാഗതം പറഞ്ഞ പ്രകാശ് PP, പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ എൻ്റെ പ്രിയ സുഹൃത്ത് രമേശൻ, സുരേഷ് KR സംസ്ഥാന പ്രസിഡന്റ്, പ്രിയപ്പെട്ട PC ബിജു സംസ്ഥാന പ്രദേശ സമിതി ചെയർമാൻ, ശ്രീ രമേശ് കൃഷ്ണൻ വയനാട് ജില്ലാ സെക്രട്ടറി, പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ നായർ ജില്ലാ ട്രഷറർ, ശ്രീ മുഹമ്മദ് സലീം, ഇവിടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സ്വരാജ് കോട്ടത്തറ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്കും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇവിടെ സ്വരാജ് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് ഏത് മനുഷ്യനും യാത്ര ചെയ്യണമെങ്കിൽ വാഹനം ഓടണമെങ്കിൽ ഡീസൽ മാത്രം പോരാ, ടയറ് നിർബന്ധമാണ്. വളരെ സൈലന്റായി ഉപജീവന മാർഗത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ എട്ടുറപ്പിന് വേണ്ടിയാണ് ഇവിടെ സുരാജ് സൂചിപ്പിച്ചതുപോലെ 2012 ഈ സംഘടന. നമുക്കൊരു സംഘടന ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ ഭരണത്തിന്റെയോ നിറം നോക്കേണ്ടതില്ല. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകാം അല്ലേ, നമുക്ക് ജാതി ഉണ്ടാകാം അല്ലേ, നമുക്ക് മതം ഉണ്ടാകാം. അപ്പോൾ തൊഴിലിനതില്ലല്ലോ. വ്യത്യസ്ത രാഷ്ട്രീയ മതം, നമ്മുടെ സമുദായം, നമ്മുടെ ആചാരങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ തൊഴിലിനതുണ്ടോ? ഒരു ടയറിന് രാഷ്ട്രീയമുണ്ടോ? ഒരു വൈദ്യുതിക്ക് രാഷ്ട്രീയമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഈ സംഘടനയുടെ കീഴിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയൂ.
നിയമസഭാ സമ്മേളനം വേണമെങ്കിൽ നമുക്ക് സബ്മിഷനായിട്ട് ക്ഷേമനിധിയുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഈ ജില്ലയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്, സ്വരാജിന് നേരിട്ട് ബന്ധപ്പെടാവുന്ന ആളാണ് CK ശശീന്ദ്രൻ, മുൻ MLA. അദ്ദേഹമാണ് ക്ഷേമനിധി ബന്ധപ്പെടാൻ കഴിയും, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഇതുപോലുള്ള പല സംഘടനകളും ഗവൺമെന്റുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി, ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, ഗവൺമെന്റ് അറിയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട്. അങ്ങനെ ഒത്തിരി സംഘടനകൾ ഇന്ന് ക്ഷേമനിധി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവസാനമായി കഴിഞ്ഞ ദിവസം പാസാക്കിയ ബില്ല്, ക്ഷേമനിധി എന്ന് പറയുന്ന ബില്ല്, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി ബില്ല് കൊണ്ടുവന്നു. അതൊരു തൊഴിലാണ്, സർക്കാർ പ്രപ്പോസ് ചെയ്ത തൊഴിലാണ്. ഇത് സർക്കാരിന്റെ കൂടി നിലനിൽപ്പുള്ള ഒരു തൊഴിലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, പ്രളയമുണ്ടായ ഘട്ടത്തിൽ, കോവിഡ് മഹാമാരി വന്ന ഘട്ടത്തിൽ സൗജന്യമായി പോലീസിന്റെയും ഡോക്ടർമാരുടെയും ആംബുലൻസിന്റെ ഒക്കെ ടയറുകൾ പഞ്ചറായാലും സേവനം ചെയ്ത് നിങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്ന വാർത്തകൾ പല ഘട്ടങ്ങളും പത്രങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അതുപോലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ സംഘടന കാണുന്നു. അതുപോലെ വ്യവസായ കേന്ദ്രങ്ങൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മൾ ലോണുകൾ എടുക്കുന്നു, തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ സംഘടന വളരെ ഗൗരവമായിട്ട് ഇടപെടണം. അപ്പൊ സംഘടനാ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ആദിശക്തമായി നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ കാര്യമുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. ഇനിയും എല്ലാ ജില്ലകളിലും, എല്ലാ പഞ്ചായത്ത്, എല്ലാ ജില്ലകളിലും, എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ, എല്ലാ പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനം, ജില്ല, നിയോജക മണ്ഡലം, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലേക്ക് ഒരു പഞ്ചായത്ത് എത്ര കടകളുണ്ട്, ഒത്തിരി ഉണ്ട്, എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ച് വളരെ ശക്തമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ സംഘടന കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് പുതുതായി ഇവിടെ നിർമ്മിച്ച ഡയറിയുടെ പ്രകാശനകർമ്മം ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിച്ച് അറിയിച്ചുള്ള എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അധ്യക്ഷൻ, സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള സുരാജ് കോപ്പര, ഡയറി പ്രകാശനം ചെയ്ത നിയോജകമണ്ഡലം MLA സുഭാഷൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് KR, സംസ്ഥാന ഉപദേശ സമിതി അധ്യക്ഷൻ ചെയർമാൻ PC ബിജു. വാഹനങ്ങൾ വെളിയിലിറങ്ങുന്നില്ല. വാഹനങ്ങൾ വന്നാൽ തന്നെ നമുക്ക് കടകൾ തുറക്കാൻ കഴിയുന്നില്ല. കടകൾ തുറന്നാൽ തന്നെ ഈ പല കണ്ടെയ്ൻമെന്റ് ആയാലും കണ്ടെയ്ൻമെന്റ് മാറി ഒരു പ്രദേശത്ത് മാത്രം പുതിയ കടകൾ തുറന്നാൽ അവിടേക്ക് വാഹനങ്ങൾ വരുന്നില്ല, റിപ്പയറായിട്ട് വരുന്നില്ല, പുതിയ ടയർ മേടിക്കാൻ വരുന്നില്ല. അങ്ങനെ ഒട്ടനവധി സങ്കീർണമായ വിഷയങ്ങളാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ കാണുന്നത് ഈ മേഖലയിലുള്ള വിലവർദ്ധനവും, പുതിയ ടയറിനുള്ള വിലവർദ്ധനവും. എനിക്ക് തോന്നുന്നു പുതിയ നല്ല നല്ല ബ്രാൻഡ് കമ്പനികൾക്ക്, MRF അതുപോലെയുള്ള ബ്രാൻഡായിട്ടുള്ള കമ്പനികൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരുന്നത് അതിന്റെ ഒരു കാറിന്റെയൊക്കെ ഓരോ വലിപ്പം അനുസരിച്ചാണ്, അല്ലെങ്കിൽ 2 വീലർ വേറെ ഓരോ പർപ്പസ് അനുസരിച്ചായിരിക്കും. പക്ഷെ ഈ ഇനത്തിൽ വലിയ വിലവർദ്ധനമാണ് ഈ മേഖലയിൽ അല്ലെങ്കിൽ ടയറുമായി ഉണ്ടായിരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് പദം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് വയനാട് ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന് ബത്തേരി മേഖലയുടെ ഒരു സ്വീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും സ്വീകരണം നൽകുന്നത് ബത്തേരി മേഖല ജനറൽ സെക്രട്ടറി ശ്രീ അബ്ബാസ് ബത്തേരിയാണ്. അദ്ദേഹത്തെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുരേഷ് KR സംസ്ഥാന പ്രസിഡന്റിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ മേഖലയ്ക്ക് വന്നു ചേരുന്ന ഭവിഷ്യത്തുകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ മറുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിൽ കേരളത്തിലെ 14 ജില്ലകളിലും കേരളത്തിലെ 75ഓളം വരുന്ന താലൂക്കുകളിലും നമ്മുടെ ബഹുമാനപ്പെട്ട
മുൻ പ്രഭാഷകരുടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ താലൂക്കുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ മുൻപോട്ട് പോകണം. നമ്മൾ പറയുന്ന വിലയ്ക്ക് ടയറുകൾ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ടയറുകൾ കൊടുക്കാൻ ഏവരെയും പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉയരണം. ചില അലൈൻമെന്റ് ഷോപ്പുകാർ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. വരാത്ത ചില ആളുകൾ എന്നോട് പറഞ്ഞത്, ഏറ്റവും ശല്യം നിങ്ങൾ പഞ്ചറുകാരെ കണ്ട രക്ഷയില്ല, 30 രൂപയ്ക്ക് പഞ്ചറടച്ചു കൊടുക്കും, 40 രൂപയ്ക്ക് പഞ്ചറടച്ചു കൊടുക്കും. ഞങ്ങൾക്ക് 10-15 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ പഞ്ചറടച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സംഘടന നിലവിൽ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും മാന്യമായി തൊഴിൽ വാങ്ങുന്നു. ഇപ്പോ ഞങ്ങളുടെ ആളുകളാ പൈസ വാങ്ങാത്തത്. നമ്മുടെ ചിന്തയെ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഓരോ കടകളും ടയർ ഷോപ്പുകളായിട്ട് മാറണം. ഇനി ഭാവിയിൽ പിന്നെ പല പല പഞ്ചർ കടകൾ ചേർന്ന് 200, 300, 400, 500 രൂപയുടെ പണി മാത്രം വരുന്ന സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ കൂടി 4-5 പേർ ഒത്തുചേർന്ന് അലൈൻമെന്റ് ഷോപ്പുകൾ, ഒരു പഞ്ചായത്തിൽ ഒരു അലൈൻമെന്റ് ഷോപ്പുകൾ വീതം, അത്തരത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ചെടി വെച്ച് അത് വളർന്ന് അത് പന്തലിച്ച് അത് കായ ഫലത്തോട് കാണുമ്പോൾ അത് നട്ട ആൾക്കൊരു സന്തോഷം ഉണ്ടാവും. എന്നിട്ട് കുറെ ആളല്ല, കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ആശയം ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ ഈ സംഘടന വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളത്, ഇതില് ഒത്തിരി ആൾക്കാർ ഇതില് വെള്ളമൊഴുക്കുകയും വളം വെക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായി നിലനിന്നുകൊണ്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ചാർജ് വർധനവിന്റെ കാര്യം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ 2011 2010 മുതൽ ഈ സംഘടന പ്രവർത്തനം തുടങ്ങിയായിരുന്നു. അന്നൊന്നും രജിസ്ട്രേഷൻ ഇല്ല. ഓരോ മേഖലകളിലും ഈ ക്രൈസിസ് എത്തിച്ചു കൊടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഘടന ഈ പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിൽ 14 ജില്ലകളിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അന്നൊക്കെ ഈ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഇതൊന്നും വിജയിക്കില്ല, എത്ര സംഘടന റീറ്റെയിലിംഗിന്റെ സംഘടനയൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചതാണ്, അതൊന്നും നിലനിന്നിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ആരും ഈ പൈസ ഒന്നും മേടിക്കാൻ പോകില്ല, നിങ്ങളുടെ ഈ ക്രൈസിസിനൊന്നും കാര്യം നടക്കില്ല. 2 രൂപ കാറ്റടിച്ചുകൊണ്ടിരുന്ന കാര്യം മേടിച്ചുകൊണ്ടിരുന്ന അന്നൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഈ ധർമ്മക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നതല്ല, അങ്ങനെ നമ്മുടെ ഉള്ളിൽ പൈസ ഏറ്റവും തിരഞ്ഞ് 2 രൂപ എടുത്ത് തരുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രകാരം എടുക്കാം, അങ്ങനെ പറഞ്ഞ് പോകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ബൈക്കിന് കാറ്റടിച്ചാൽ 20 രൂപ ധൈര്യത്തോട് മേടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് ഈ സംഘടന കൊണ്ടാണെന്ന് നമുക്ക് കുറച്ച് പറയാൻ കഴിയും. ഇവിടെ എല്ലാവരും നമ്മുടെ സംഘടനയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളൊന്നും പറയാനില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി നല്ല പ്രവർത്തനങ്ങൾ ഈ പ്രത്യേക മേഖലയെ സഹപ്രവർത്തകർക്കും നേതാക്കന്മാർക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ടി കെ രമേശ് അവർ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ആർ സുരേഷ് അവർ, സംഘടനയുടെ രക്ഷാധികാരികളായ പി സി ബിജു അവർ, ശിവദാസേട്ട്, വയനാട് ജില്ലാ ട്രഷറർ ബാലകൃഷ്ണേട്ട്, ശ്രീ അബ്ബാസ് ഖാൻ, വേദിയിലും സദസ്സിലും സന്നിധരായ എന്റെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ വിശദീകരിക്കാൻ സമയമില്ല, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെയും നടന്ന ഇന്നത്തെ പരിപാടിക്ക് പ്രത്യേകിച്ച് എന്റെയും വയനാട് ജില്ലാ കമ്മിറ്റിയുടെയും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, പ്രവർത്തകരെ, നമ്മുടെ വേദിയിലിരിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കൾ, നമ്മൾ ഓരോരുത്തരും വളരെ അച്ചടക്കത്തോടുകൂടി ആണ് ഈ യോഗത്തിലെത്തിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ്
നമുക്ക് ഇത്തരം പരിപാടികൾ ഓരോന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സംഘടനാ വിഷയങ്ങൾ ഇപ്പം നമ്മുടെ മുഖ്യ അതിഥികൾ, സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കളെല്ലാം നമ്മുടെ മുമ്പിൽ പ്രതിപാദിച്ചു.